Hello guys. Good morning. Hello guys. Good morning. Good morning. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്നെക്കാളും മുന്നേ രാവിലെ കാശിയാണ് എണീച്ചത്, എന്നെ വിളിച്ചത്. ഓൻ എന്നിട്ട് കുളിപ്പിച്ചൊരുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോകണം. അമ്മയും വല്ലമ്മയും രാവിലെ പോയി. അവർ 3 മണിക്ക് പോയി തോന്നാടാണ്. ഞാനത്ര റിസ്ക് എടുത്തിട്ടില്ല. ഓൾറെഡി പിന്നെ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് പിന്നെ ലേറ്റ് ഓരോരോ സമയത്ത് ചിലപ്പോൾ ഉറക്കം ശരിയായിട്ടില്ല, അങ്ങനെ ബുദ്ധിമുട്ടല്ലേ. ഓൾറെഡി ഇന്നലെ യാത്ര ചെയ്ത് ടയർഡല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ നട കാണാൻ വിളിച്ചു. രാവിലെ കയറാൻ പറ്റിയില്ലെങ്കിൽ ഇന്നെന്തായാലും ഫുള്ള് ഇവിടെ ഉണ്ട്. രാത്രിക്ക് കണ്ടിട്ട് നാളെ ഞാൻ മടങ്ങുന്നുള്ളൂ. പിന്നെ ഇന്ന് എന്താ പരിപാടി, ആനക്കൊട്ട പോകണമെന്നുണ്ട്. ആനക്കൊട്ട അവിടത്തേക്ക് എത്ര സമയം എന്നറിയില്ല, അവിടുത്തെ സമയത്തിൻ്റെ ഒന്നും അറിയില്ല, ചോദിച്ചിട്ട് പോകണം. പിന്നെ രാവിലെ എന്താ അമ്പലത്തിൽ ഇനിയിപ്പം കുളിച്ചിട്ട് പോകണം. പ്രകാശേട്ടൻ കുളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് റെഡി ആവണം. കശിൻ്റെ പുതിയ പയ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഇന്നലെ രാത്രി അവിടെ നിന്ന് വാങ്ങിയതാണ് കുർത്തി. അങ്ങനെ പിന്നെ എന്താ, ഇന്നലെ രാത്രി അങ്ങനെ വലിയ തിരക്കൊന്നും അറിഞ്ഞിട്ടില്ല. തിരക്കെന്നല്ല, നമ്മൾ നട അടക്കുന്ന സമയത്താണ് പോയത്. അങ്ങോട്ടേക്ക് വെറുതെ നടക്കാൻ പോയത്. 9 മണി ആ ഒരു ടൈമിലാണ് പോയത്. അപ്പോൾ ആ സമയത്ത് പോകുമ്പോൾ പിന്നെ അങ്ങനെ വലിയ തിരക്കറിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. എല്ലാവരും പിന്നെ ഏകദേശം എല്ലാം വന്നല്ല. ഇനിയിപ്പോൾ രാവിലെ എങ്ങനെ അറിയില്ല. ഈ സ്വാമിമാരെല്ലാം ശബരിമലക്ക് പോകുമ്പോൾ ഇവിടെ കയറുന്നുണ്ട്, അതുപോലെ ഇറങ്ങുന്നുമുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ എന്തായാലും മണ്ഡല കാലമായതുകൊണ്ട് എന്തായാലും തിരക്ക് കാണും തോന്നുന്നു. പിന്നെ എങ്ങനെ അറിയില്ല. പിന്നെ ഒരു നെയ്ജപത്തിൻ്റെ ഉണ്ട്. പ്രഗ്നൻ്റ് ആയവർക്ക് കഴിക്കുന്നൊരു പൂജയാണ് നെയ്ജപം. അത് രാവിലെ അമ്മേനോട് റെസീറ്റ് എടുക്കാനെല്ലാം പറഞ്ഞു. എനിക്ക് പോകുമ്പം അമ്മേനെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. അവർ ഫോണിൽ പുറത്ത് വെച്ചിട്ട് ഉള്ളിൽ തന്നെ ആയിരിക്കും, ഒന്നും അറിയില്ല. അപ്പോൾ അത് നെയ് സേവ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും. പിന്നെന്താ വേറെ എന്താ, ഇത്രയുള്ളൂ. നമ്മൾ റെഡിയായിട്ട് കാണാം ഗൈസ്. അങ്ങനെ വേഗം പെട്ടെന്ന് ചിലവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ലേറ്റ് ആക്കണ്ട, അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും തോന്നില്ല, അവിടെ വീഡിയോ അലോഡ് അല്ല. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. അവിടെ പറ്റുന്നതല്ലേ ഷൂട്ട് ചെയ്യാം. ഒച്ചക്ക് നോക്ക് താഴെ നോക്കിക്കേ. അവൻ്റെ കൈ പിടിക്ക്, കൈ പിടിക്ക്, കൈ പിടിക്ക്. നമ്മൾ എടുത്ത ലോഡ്ജിൻ്റെ കിഴക്കേ നടിയും പടിഞ്ഞാറാണ്. അപ്പം 2 നടിയുണ്ട്. അപ്പം അടുത്ത് നമുക്ക് കിഴക്കേ നടിയാണ്. അപ്പം നമ്മൾ നേരെ ആ വഴിയാണ് പോകുന്നിപ്പോൾ അധികം. പക്ഷേ ചന്തയിലുണ്ടെങ്കിൽ പടിഞ്ഞാറടിയിൽ കയറുന്നത് നല്ലത്. പക്ഷെ ഇപ്പം നമ്മൾ കിഴക്കേ നടിയിലേക്ക് പോയിട്ട് ഇങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ, എന്നിട്ട് വേണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കണം. പിന്നെ കാശി രാവിലെ കരയിലായി, വിശന്നിട്ട് കുറേ നേരം മുന്നേ ഓൻ ഉറങ്ങി എണീറ്റുകൊണ്ട് വിശക്കുന്നു പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പം എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് നോക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ. അങ്ങനെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു വൈശാഖ് ഹോട്ടലാണെന്ന് തോന്നുന്നു അല്ലേ. വൈശാഖ് എന്തോ വരും. വൈശാഖ് ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. ലൈറ്റ് കുറവാണ്. ഇവിടുന്ന് അടുത്താണ് മമ്മിയൂർ ക്ഷേത്രം. 400 മീറ്റർ എത്തികളെന്ന് പറഞ്ഞാൽ പോയി നോക്കണം. എന്നാലും പറയുന്നുണ്ട് മമ്മിയൂർ കയറിയിട്ട് ഗുരുവായൂർ കയറണമെന്നാണ് പറയൽ. അങ്ങനെ ഒന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അറിയില്ല എനിക്ക് തിരിച്ചു. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ മമ്മിയൂർ പോവാം അല്ലേ. അവിടെ ഒരു കണ്ണാടി കാണുന്നുണ്ട് ഗൈസ്, ഇതിലൂടെ എന്നെ കാണുന്നുണ്ട്. കാശി ഒന്നും എൻ്റെ പൂരിയാ അമ്മ വാലിട്ടല്ലോ അല്ലേ.
അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ചായ കുടി കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോയി. നല്ല ക്യൂ ആയിട്ട് നല്ല തിരക്കായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ എന്താ വെച്ചാൽ ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അമ്പലത്തിലേക്ക് 11 മണിക്ക് എങ്ങനെയാണെന്ന് നമ്മൾ ദർശനം കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഷോക്കായതെന്ന് പറഞ്ഞാൽ പ്രകാശേട്ടൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഒന്നിച്ച് പഠിച്ചാണ്, നമ്മളെ ഫാമിലി പോലെയാണ് വാംസിലെ. അപ്പോൾ ജിതിനേട്ടനും മഞ്ജുവും കൂടിയിട്ട് പെട്ടെന്ന് തൃശ്ശൂർ ഗുരുവായൂരേക്ക് വന്നത്. ഒരാളുടെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ക്ലോക്ക് റൂമിലേക്ക് ഫോൺ വെച്ചുകൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വന്നിട്ടാണ് ഫോട്ടോസ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവിച്ചായിരുന്നു. പെട്ടെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ്, ഓൾക്ക് അറിയായിരുന്നു നമ്മളിവിടെ ഉള്ളത്, പക്ഷേ ഏട്ടന് അറിയുന്നുണ്ടായിട്ടില്ല, രണ്ടാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ ദർശനം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നു കേട്ടോ. കുറച്ച് നേരം വിശ്രമിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പോവാന്ന് വെച്ചു. നമ്മളൊരു സാധനം തുറക്കാൻ പോകുന്നു. സേമിയ നെല്ലിക്ക, നമ്മുടെ നാട്ടിൽ സേമിയ നെല്ലിക്ക എന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, അതിന് സൗണ്ടിലുള്ള കുഴപ്പമില്ല. ഇതിന്റെ ടേസ്റ്റ് നോക്കാം. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവലുണ്ട്, ഉപ്പിലിട്ടിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ ഉപ്പിലിട്ട കുറേ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിന് നടയിൽ. അപ്പോൾ ഞാനത് എനിക്ക് ഇന്നലെ രാത്രിയേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഒരു ബോക്സിന് 60 രൂപയാണ് അതിൻ്റെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ അത് വാങ്ങി ടേസ്റ്റൊക്കെ അത് കാണുമ്പോൾ പിന്നെ വായിന്ന് വെള്ളം വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ എന്നിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ സിർക്കേൻ്റെ ഇതെല്ലാം ഇതാക്കിയിട്ട് പിന്നെ നല്ല എന്താ പറയണ്ട ഒരു ഭയങ്കര തന്നെ ആ കാന്താരിയും അതിലത്തെ മുളകിലെല്ലാം ഭയങ്കര ടേസ്റ്റായിട്ട് അടിപൊളി ഉണ്ടായിന്. അതിൻ്റെ ഡബ്ബ ശരിക്കും പകുതിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞിന് എല്ലാവരും കൂടിയിട്ട് കഴിച്ചിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ. ഇത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ, വലിയ നെല്ലിക്ക, ഇല്ലുള്ളിട്ടുണ്ട് ഇല്ലേ. അങ്ങനെ നമ്മൾ ആനക്കൊട്ടയിലേക്കാണ് ഗൈസ് പോകുന്നത്. ആനക്കൊട്ട എത്തി. കുറേ സ്കൂളിൻ്റെ പിള്ളേരുണ്ട്. നമുക്ക് ആ ലൈന വേണ്ടല്ലോ, ഇവരെ ലൈനായിരിക്കും സ്കൂൾ കുട്ടികളുടെ ലൈൻ. ആയിട്ടാ ടിക്കറ്റ് എടുക്കുന്നത്രേ അവൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോയിനി. എൻ്റെ ഓനൊന്നും കിട്ടുന്നില്ലല്ലോ. ഇതാണ് ഗൈസ് ആനക്കോട്ടയിലേക്ക് നടന്നു പോകുന്ന ഗൈസ്. ഇതവിടെ പരിപാടി കണ്ടം പെരുസായിരിക്കും. കാശി എക്സൈറ്റ്മെന്റാ. ആനനെ ഐരാവതം പറയല്. അതല്ലേ മുമ്പിൽ കിടക്കുന്നത്, അച്ഛൻ മുമ്പിൽ കിടക്കുന്ന നല്ല ഇത് ആന തോന്നുന്നു കുളിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്താ പറയുക. ഞാൻ എല്ലാം എടുത്തരാം. പക്ഷെ ലൈറ്റ് പോകുമ്പോൾ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, അതുകൊണ്ട് കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാനാണ് പ്ലാൻ.
ഗൈസ് അപ്പോൾ നമ്മൾ ആനക്കൊട്ടിയിൽ നിന്നൊക്കെ നേരെ മമ്മിയൂർ അമ്പലത്തിൽ പോയില്ലാണ്ട് നട അടിച്ച് 4:30 അപ്പോൾ വൈകുന്നേരം അമ്പലത്തിലേക്ക് പോയിരിക്കുന്നത്. എന്നിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ ലോഡ്ജിൻ്റെ അടുത്ത് വന്നു. നല്ലൊരു സദ്യ കഴിക്കും. കൂടെ നല്ല ഉച്ചയൂണായിരുന്നു. നേരെ റൂമിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. വൈകുന്നേരം മമ്മിയൂരോടെ പോകണം. അത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് അന്നനട നടക്കണം. ലാസ്റ്റ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ ഒന്നൊന്നുമില്ല. ഇന്ന് അതേ ഉള്ളൂ. മമ്മിയൂടെ പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്നൊന്ന് അമ്പലത്തിലല്ല ചന്തയിലൊന്ന് ജസ്റ്റ് പോകണമെന്ന്. ഇന്നലെ പോയിട്ടില്ല, അങ്ങനെയൊന്നും അധികം പോയിട്ടില്ല ഇവനെയും കൊണ്ട്. അപ്പോൾ ചിലപ്പോൾ മോനെ സൈഡാക്കിയിട്ട് വേണം പോകാൻ. ഓൻ കൂട്ടൽ ഓൻ ഇന്ന് തന്നെ ഓൻ പോയിട്ട് രാവിലെ അവൻ്റെ അച്ഛനോടെ പോയിട്ട് ഓൻ്റെ വേണ്ടതെല്ലാം വാങ്ങിയിനി. അപ്പോൾ ഇനി നമ്മൾ പോകണം. ഓക്കെ, പിന്നെ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് നമ്മൾ അതിഥികൾ ഇവിടെ നമ്മളെ റൂമിലാക്കിയിട്ടാണ് നമ്മൾ പോയത്. എന്നിട്ട് വരണ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആയി കണ്ട നമ്മളെ അതിഥികൾ നമ്മുടെ റൂമിലുണ്ട്. ഞാൻ പരിചയപ്പെടുത്താം. കുട്ടപ്പന്റെ ഭാര്യ മഞ്ജു. മഞ്ജു ഭാവി. മഞ്ജുവിടെ ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുന്നത്. അവള് പുതിയ ഷെയ്ഡ് പരിചയപ്പെടുത്താണ് കേട്ടോ. ഓക്കെ, ന്യൂഡ് ഷെയ്ഡ് നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ പിള്ളേർ രണ്ടാളും വീട്ടിലാക്കി ഇവര് ഹണിമൂണിന് വേണ്ടി വന്നതാണ്. അങ്ങനെയാണ് കാര്യങ്ങള്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനിയിപ്പോ കുറച്ചു നേരം അവരോട് സംസാരിച്ചിട്ട് പിന്നെ കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ മമ്മിയൂരേക്ക് പോന്ന് റെഡിയായി, കുളിച്ച് റെഡിയായി ഫ്രഷായി എല്ലാരും നടക്കുന്നതാണ്. ഇവിടെ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ. ഇല്ലമേനെ കാണല് പറ. ഇല്ലേ വാ. ടൈം ഇപ്പം തന്നെ ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. 4:45. മഞ്ജു ജിതിനേട്ടനും പോയി. അവർ 4 മണിയാകുമ്പോൾ തന്നെ അവർ ഇറങ്ങി. പിന്നെ എന്താ ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ജസ്റ്റ് ചെറിയ ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാനാണ് പ്ലാൻ. എന്താ ഇപ്പോൾ നാളെ ഏകാദശി തുടങ്ങാൻ പോവാണ്. ഏകാദശി തുടങ്ങുന്നതുകൊണ്ട് തന്നെ നാളെ ഫുള്ള് ഭയങ്കര തിരക്കായിരിക്കും അമ്പലത്തിൽ എന്ന് പറയുന്നതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നല്ല കുഴപ്പമൊന്നുമില്ല. ദിവസം തിരക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. നാളത്തേക്കാണ് തിരക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മമ്മിയൂർ അമ്പലത്തിലെത്തി. ഇവിടെയും ഉള്ളിൽ മൊബൈൽ ഫോൺ എടുത്ത് ഉള്ളിൽ അലൗഡല്ല തോന്നുന്നത് വീഡിയോ. അപ്പം പറ്റുന്നത് പോലെ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് നാഗത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ചെരുപ്പ് കാര്യങ്ങളെല്ലാം ക്ലോക്ക് റൂമിൽ വെക്കണം, എന്നിട്ട് അകത്ത് കയറാൻ പറ്റൂ. അങ്ങനെ മമ്മിയിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് നേരെ പോയത് രാത്രി അമ്പലം അടക്കാനാണ്. കാശിന് പ്രവേശന റൂമിലാക്കിയിട്ട് അമ്പലത്തിലേക്ക് വന്ന്. ഇവിടെ ഫുള്ള് നാളെ ഏകാദശി ആയതുകൊണ്ട് തന്നെ അലങ്കാരപ്പണിയാണ് കേട്ടോ. പൂക്കൾ കൊണ്ടൊന്നും നല്ല ഉണ്ടായിരുന്നു. നാരായണ എന്നുള്ള എഴുതിയിട്ട് പൂക്കൾ അലങ്കരിച്ച് നല്ലോണം പണിയെടുത്തിട്ടുണ്ടാവും. കാരണം അത്ര അടിപൊളിയായിട്ട് അവർ അലങ്കരിക്കുന്നുണ്ട്. ഫുള്ളും തോരണങ്ങളെല്ലാം ആയിട്ട് ഓലേൻ്റെയും അലം കൊണ്ട് ഭയങ്കര രസമായിരുന്നു. നമ്മൾ കുറച്ച് നേരം ആളെ പുറത്തിങ്ങനെ നിന്നു അമ്പലത്തിൻ്റെ അട. ചന്ദ്രനിറക്കം. ആന എന്തോ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഫുൾ എടുക്കാൻ പറ്റില്ല, ദൂരത്തുനിന്നായതുകൊണ്ട് ചെറുതായിട്ട് പറ്റിയിട്ട് കാണാൻ അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നു. നല്ല തിരക്കായിരിക്കും, കാരണം അത്ര തിരക്ക് ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നു.
അങ്ങനെ കാശിയും പ്രകാശേട്ടനും എത്തി. നമ്മൾ നേരെ രാത്രിക്ക് ഭക്ഷണം കഴിക്കാൻ കയറി. പിന്നെ അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ നാളെ നമ്മൾ രാവിലെ ഇനി ഒന്നുമില്ല, എണീറ്റ് നാളെ രാവിലെ തന്നെ നമ്മൾ തിരിച്ച് മടങ്ങും. പാക്കെല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ പോകാനാണ് പ്ലാൻ. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇന്നത്തെ. അപ്പോൾ ഇന്ന് രാത്രി ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് റിട്ടേൺ അടിക്കലായി. രാവിലെ തന്നെ റെഡിയായി, കുളിച്ച് റെഡിയായിട്ട് നമ്മൾ ഫുൾ പാക്കെല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് ചായ കുടിക്കണം. ഒരു 9:30 ഇറങ്ങണം, 9:30 10 മണിക്കുള്ളിൽ ഇറങ്ങണം. 12:30 ആ സമയത്താണ് ട്രെയിൻ കുറ്റിപ്പുറത്തുനിന്ന്. അപ്പോൾ ചായ കുടിച്ചിട്ട് കാണാം. എൻ്റെ പുതിയ ഡ്രസ്സ് ഗൈസ്. ഇന്നലെ ഞാൻ ഇട്ട ഡ്രസ്സിന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എടുത്ത് വാങ്ങിയത്. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ, ആ ലിങ്ക് സൂഷ്യ പബ്സിൽ കൊടുക്കാം. അതിൻ്റെ കൂടെ ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കൂടെ കൊടുക്കാം. ആവശ്യമുള്ളവർ വാങ്ങിക്കോ. ഓക്കെ, നമുക്ക് ചായ കുടിച്ചു തരാം. ഇവിടെ ലൈറ്റില്ല. നോക്കി കിടക്കുകയല്ലേ. അങ്ങനെ പ്രകാശേട്ടന് വലിയ നിർബന്ധം. ഇന്ന് ഏകാദശി ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ അമ്പലത്തിൽ നിന്ന് പോകുന്നതുമാണ്. അപ്പം പിന്നെ എന്തായാലും ഒരു കാര്യം ചെയ്യും, നമുക്ക് അമ്പലത്തിൻ്റെ വരെ ഒന്ന് ജസ്റ്റ് പോകുന്നതിന് സമയമുണ്ടല്ലോ, 1/2 മണിക്കൂർ. പോയി ഒന്ന് നടയിൽ കയറാനില്ലെങ്കിൽ ഒന്ന് വെറുതെ ജസ്റ്റ് പുറത്ത് നിന്നിട്ടൊന്ന് അമ്പലം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. നടയിൽ ഒരുക്കം ചെയ്യുന്നത് പൂവുണ്ടല്ലോ, അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടിട്ടാണെന്നൊന്ന് പുറത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ തോന്നിട്ട് നമുക്ക് മടങ്ങാമെന്നില്ലെങ്കിൽ ഞാനും പ്രകാശമായിട്ട് മാത്രം കാശിയിൽ നിന്ന് റൂമിലാക്കിയിട്ട് വേഗം അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ട് നമ്മൾ വേഗം പോയി തൊഴുത് മടങ്ങാനാണ് നിൽക്കുന്നത്. അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള ആഗ്രഹപ്രകാരം നമ്മൾ അമ്പലം കണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടെ മടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഗുരുവായൂർ 2 ദിവസം. ഇത്രയും നല്ല ഒരുപാട് ഓർമ്മകളായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഫ്രണ്ട്സിനെ കാണാൻ പറ്റി, പിന്നെ ഫാമിലി ആയിട്ട് വന്നു. അധികം വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. നല്ലൊരു സുഖമുള്ള യാത്രയായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നവർ വരെ ടാറ്റാ.